والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بيض الله أما بعد. ബഹുമാനീയ അധ്യക്ഷൻ സയ്യിദ് മുസ്ലിയാർ, നമ്മുടെ മുഖ്യ പ്രഭാഷകൻ അലവീതായി കേൾക്കുന്ന, നമുക്ക് പ്രാർത്ഥന കൊണ്ട് ഈ സ്റ്റേജ്, ഈ സദസ്സിനെ ധന്യമാക്കിയ സദവറുകൾ, സദസ്സിലുള്ള എമ്പാടും ഉസ്താദുമാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും സുന്നി യുവജന സംഘത്തിന്റെയും SKSSFിന്റെയും സജീവ പ്രവർത്തകരായിട്ടുള്ളവർ, സത്യം മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നിഷ്പക്ഷമതികളായ പ്രവർത്തകർ, സഹോദരിമാർ, അല്ലാഹു നമ്മുടെ ഈ സംഗമം കബൂൽ ചെയ്യുമാറാകട്ടെ. മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ കേരള മണ്ണിൽ ഉദയം ചെയ്യാൻ, ഉടലെടുക്കാൻ എന്താണ് കാരണമെന്ന് ഇനിയൊരു വിശദീകരണം ആവശ്യമില്ലാത്ത വിധം കേരളത്തിലുള്ള എല്ലാ കൊച്ചുകുട്ടികൾ പോലും മനസ്സിലാക്കിയ ഒരു സത്യമാണ്. 921 വരെയും യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലാതെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അങ്ങനെ തുടങ്ങി സലഫും ഖലഫുമായി അവരിൽ നിന്ന് നമുക്ക് പൈതൃകമായി കിട്ടിപ്പോന്ന യഥാർത്ഥമായ ദീനുൽ ഇസ്ലാം, ആ വിശ്വാസ പ്രമാണങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളുമായി കേരളത്തിലെ മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആദർശങ്ങളിൽ വ്യതിയാനം വരുത്താൻ വേണ്ടി ചില തൽപര കക്ഷികൾ ഉള്ളിലൂടെയും പുറത്തുകൂടെയും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ അന്ന് ജീവിച്ചിരുന്ന ഉന്നതന്മാരായ പണ്ഡിതന്മാരും മറ്റ് സാദാത്യങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ രൂപം നൽകുകയാണ്. ചില ആളുകൾ പറയും, നമ്മൾ സമസ്തയിലുമില്ല, അതിലുമില്ല, ഇതിലുമില്ല, ഞാൻ മുസ്ലിമാണ് എന്ന് പറയും. സത്യത്തിൽ അവര് സമസ്ത എന്ന ഈ പ്രസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. സമസ്ത എന്ന് പറയുന്നത് ഒരു പുതിയ ആദർശ പ്രസ്ഥാനമല്ല. നേരത്തെ ഇവിടെ നിലനിന്നിരുന്ന ആദർശത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും അനുഷ്ഠാന കർമ്മങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ, അത് നിലനിർത്താൻ ഒരു പ്രസ്ഥാനം അനിവാര്യമായി വന്നപ്പോൾ ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയും ഒരു പണ്ഡിത സഭ രൂപീകരിക്കുകയും അതിന് സമസ്ത എന്ന് പേരിടുകയും ചെയ്യും. എന്നല്ലാതെ മറ്റു പ്രസ്ഥാനങ്ങളെ പോലെ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, വഹാബി പ്രസ്ഥാനത്തെ പോലെ, തബ്ലീഗ് ജമാഅത്തിനെ പോലെ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രസ്ഥാനങ്ങൾ. ഈ പ്രസ്ഥാനങ്ങളൊക്കെ നേരത്തെ പോരുന്ന വഴി ശരിയല്ല. അത് വഴിക്ക് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചത് ഇടയ്ക്ക് വെച്ച് വഴിമാറി സഞ്ചരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നേർവഴിയിലേക്ക് തന്നെ വരണം. ഇടയ്ക്ക് ചില പിഴവുകൾ പറ്റിയിട്ടുണ്ട് സ്വഹാബത്തിനും താബിഈകൾക്കും താബിഈകൾക്കും. അങ്ങനെ പ്രത്യേകിച്ച് കേരളത്തിലെ കഴിഞ്ഞുപോയ പൊന്നാനി മഖ്ദൂമികളടക്കമുള്ളവർക്കൊക്കെ അബദ്ധങ്ങൾ പിണഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു നേർ വഴി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തിലാണ് അവരൊക്കെ പ്രസ്ഥാനമുണ്ടാക്കി. എന്നാൽ സമസ്ത അങ്ങനെയല്ല, അവരൊന്നും പിഴച്ചിട്ടില്ല. ആ നേർവഴിയെ സംരക്ഷിക്കാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സത്യം നമ്മൾ വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. കാരണം ചില ആളുകൾ ഒരു സമസ്ത വിശദീകരണം നീ പോരുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പിന്നെ സമസ്തയിലുമില്ല, മറ്റൊന്നിലുമില്ല, എനിക്ക് വിശദീകരണം കേൾക്കേണ്ടതില്ല. അപ്പൊ അവര് മനസ്സിലാക്കുന്നത് സമസ്ത എന്നത് മറ്റുള്ള പ്രസ്ഥാനത്തെ പോലെ ഓരോരോ സമയങ്ങളിൽ പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമല്ലാത്ത മറ്റൊന്ന്
ഒരാശയത്തെ ജനങ്ങളിൽ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി, അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണെന്നാണ്. ആ തെറ്റ് നമ്മൾ ആദ്യമായി തിരുത്തേണ്ടത്. സമസ്ത എന്നത് മാ അന അലൈഹി വസഹബി, ഞാനും എന്റെ സ്വഹാബത്തും എങ്ങനെ ജീവിച്ചു എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ ആ ദീൻ, അതാണ് ഈ സമസ്ത എന്ന് പറയുന്നത്. ഈ സമസ്തയുടെ ജമിയത്തുൽ ഉലമ എന്ന ഈ മഹിതമായ ഒരു പ്രസ്ഥാനം നമ്മുടെ കേരളക്കരയിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ഇത് കേരളത്തിന്റെ അവസ്ഥ? പക്ഷേ പല നാടുകളിലും ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ദീൻ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമായിരുന്നു. ഗൾഫ് നാടുകളിലൊക്കെ വളരെ നേരത്തെ ചെന്നിട്ടുള്ള ആളുകൾ അവരൊക്കെ പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഞങ്ങൾ ഗൾഫിൽ ചെല്ലുമ്പോൾ എല്ലാ പള്ളികളിലും തറാവീഹ് 20 റക്അത്ത്, വീടുകളിലൊക്കെ എന്തെങ്കിലും പ്രസവത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അതുപോലെ കുട്ടികളുടെ സുന്നത്ത് കർമ്മമൊക്കെ നടത്തുന്ന ഇത്തരം ചടങ്ങുകളിലൊക്കെ ഖുർആൻ ഓതി ദുആ ചെയ്യുന്ന, അതുപോലെ മറ്റ് മൗലിദുകളൊക്കെ ഓതുന്ന ഒരുപാട് അന്തരീക്ഷങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് പലയിടങ്ങളിൽ നിന്നതൊക്കെ ഇല്ലാതെയായി. ഗൾഫ് നാടുകളിലൊക്കെ പല നാടുകളിലും തറാവീഹ് 20 നിസ്കരിച്ചിരുന്ന പള്ളികളിൽ തന്നെ ഒരു സുപ്രഭാതത്തിൽ അത് 8ആയി മാറുകയാണ്. പക്ഷേ അങ്ങനെ 8ആയി മാറുമ്പോൾ 20ൽ നിന്ന് 8ലേക്ക് ചുരുങ്ങുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയാനോ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് ബോധ്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു മഹിതമായ ഒരു പണ്ഡിത സഭ ആ നാട്ടിലില്ലാത്തതുകൊണ്ട് അതങ്ങനെയങ്ങ് ചേരായി. അങ്ങനെയങ്ങ് ചേരാകുമ്പോൾ ഒരു 4-5 കൊല്ലം കഴിയുമ്പോൾ പിന്നെയല്ല ആ വളർന്നു വരുന്ന തലമുറ മനസ്സിലാക്കും തറാവീഹ് കിട്ടുന്ന കാര്യം. എന്നാൽ കേരളക്കരയിൽ അങ്ങനെ ഉണ്ടായില്ല. ഇവിടെ വഹാബികളുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ അവരുണ്ടാക്കിയ പള്ളിയിൽ എന്ന് കഴിച്ചാൽ നേരെ ഒരു കുഴപ്പമില്ലായി. എന്തുകൊണ്ട്? കാരണം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് സുന്നത്ത് ഈ സമസ്ത ജമിയത്തുൽ ഉലമ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇരുപതും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ 20ന്റെ തെറ്റാക്കുകയാണ് എന്ന് ഏതെങ്കിലും ഒരു മുബ്തദിയാർ മുഴുവനും എതിർത്തു പാടില്ല. ഈ രൂപത്തിൽ കേരളക്കരയിൽ അത് ഖബറിലുള്ള അവിടുത്തെ കമ്മിറ്റിയൊക്കെ തമ്മിലാണ്. എന്താണ് അവിടെ ജനങ്ങളീ കണ്ടല്ല. തബ്ലീഗ് ജമാഅത്താണ്, വഹാബിസം എന്താണ്, ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്നവർക്കറിയില്ല. അത് പറഞ്ഞു കൊടുക്കാൻ ഒരു പണ്ഡിത സഭയുണ്ടായില്ല. അപ്പൊ കേരളക്കരയിൽ അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ ജനങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് അവരുടെ ഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന, കടത്തിവിടുന്ന, പ്രചരിപ്പിക്കുന്ന ഒരു മഹിതമായ പ്രസ്ഥാനമുണ്ടായി. ആ പ്രസ്ഥാനമാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വിദ്യാഭ്യാസ ബോർഡുണ്ടായി. നമുക്കറിയാം, ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഈ വിദ്യാഭ്യാസ ബോർഡ് കേരളക്കരയിൽ ഉണ്ടായതുകൊണ്ടാണ് കുറ്റമറ്റ രീതിയിൽ നമ്മുടെ കുട്ടികളൊക്കെ ഫാത്തിഹയും യാസീനും ഒക്കെ പഠിച്ച് നിസ്കാരത്തെ കുറിച്ചൊക്കെ അതിന്റെ മുബിദിയാത്തുകളും അത് ബാക്കിലാകുന്ന കാര്യങ്ങളും ഒക്കെ പഠിച്ചത് മദ്രസകളുണ്ടായിട്ടാണ്. വടക്കേ ഇന്ത്യ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവിടെയൊക്കെ ഒരുപാട് കോളേജുകൾ, കുത്തുബുഖാനകൾ, പ്രസ്സുകൾ, കേരളക്കരയിലെ പള്ളി ദർസുകളിലേക്ക് വേണ്ട കിതാബുകളൊക്കെ ഉസ്താദുമാർ, മുതാലിമീങ്ങൾ അക്കാലത്തൊക്കെ എഴുതി വരുത്തിയിരുന്നത്, വാങ്ങിയിരുന്നത് ദ്വീപന്തിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, ബോംബെയിൽ നിന്നൊക്കെയാണ്.
പല കിതാബുകളും കേരളക്കരയിൽ പ്രിന്റ് ചെയ്തിരുന്നില്ല. ഈ അടുത്ത കാലത്താണ് പല കിതാബുകളും പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ ആലിമീങ്ങളുണ്ടായിരുന്നു, അതുപോലെ തന്നെ കിതാബുകളുണ്ട്. കേരളത്തിലുള്ള പ്രസ്സുകളിലുള്ളതിനേക്കാൾ അമൂല്യമായ കിതാബുകൾ, ഗ്രന്ഥങ്ങൾ നമ്മുടെ വടക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട്. എന്നാൽ ഇവിടെ ഒരു മദ്രസ സംവിധാനം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പഠിച്ചു വരുന്ന ബംഗാളിയെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പേര് ചോദിച്ചാൽ 1 മീറ്റർ നീളമുള്ള വലിയ പേരായിരിക്കും, പക്ഷേ ബാക്കി അറിയില്ല. ഇനി ഒന്നു എടുത്താൽ തന്നെ ഒന്നു എടുക്കുന്നതറിയില്ല, എടുത്താൽ തന്നെ നിങ്ങൾ മുറിയാന്ന് പറയും. ഒരു ഒന്നു കൊണ്ട് വേണ്ടി ഒരാഴ്ച നിസ്കരിക്കും. കാരണം ഒന്നുകൊണ്ട് എല്ലാവരും ഒന്നു എടുക്കുന്നത് കാണുന്നുണ്ട്, ആരെയും ഒന്നു മുറിയുന്നത് അവർ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവരും അങ്ങനെ നിസ്കരിച്ചു പോവാണ്. എപ്പോഴും മുറിഞ്ഞത് അവരറിയില്ല, പഠിച്ചു. ജനാപത്തുകളെ കുറിച്ച് അവർക്ക് അറിയില്ല. ഇതൊക്കെ ഏതോ ലോകത്തുള്ള ഇന്നും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്നതാണ്. ഞാനിത് പറഞ്ഞു വരുന്നത് അള്ളാഹു ചെയ്തു തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു നിയമത്താണ് ഈ സമസ്തയും ഈ വിദ്യാഭ്യാസ ബോർഡും. കണ്ടുപോയാലേ കാഴ്ച അറിയുമെന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മൾ കണ്ടുപോകാതെ കാഴ്ച അറിയുന്നു. വടക്കേ ഇന്ത്യയിലുള്ള ആളുകൾ, ഈ ബംഗാളികളും മറ്റുമൊക്കെ ഉറുദു ബെൽറ്റിൽ നിന്ന് ഹിന്ദി ബെൽറ്റിൽ നിന്ന് ആളുകൾ നമ്മുടെ നാട്ടിൽ പണിക്ക് വന്നിട്ട് നമ്മൾ പള്ളിയിൽ കയറുമ്പോ അവർക്ക് നോക്കിക്കാണ് ഇവർക്ക് പള്ളിയിൽ പണി. കാരണം അവർക്ക് ആകെ 2 പെരുന്നാളെ അറിയുള്ളൂ, മറ്റൊന്നും അറിയില്ല. അപ്പൊ അല്ലാഹു തആല ചെയ്തു തന്ന വലിയൊരു നിയമത്താണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഈ വിദ്യാഭ്യാസ ബോർഡും. ഇതിനെ ഒരു കൊച്ചായി കാണേണ്ടതില്ല. ഇത് ഒരടിച്ചു പൊളിച്ച് തകർക്കേണ്ട പ്രസ്ഥാനവുമല്ല. ഇത് അല്ലാഹു കേരളക്കരയിൽ ചെയ്തു വന്നിട്ടുള്ള വലിയ നിയമത്താണ്. ആ നിയമത്താണ് നമ്മൾ ആസ്വദിക്കുന്നത്. മറ്റു പലയിടത്ത് പോയാലും ഇത് നമുക്ക് ഈ ഒരു ദീനിയായ ചൈതന്യം കാണാൻ കഴിയും. ഈ അടുത്ത് ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടു, തെക്ക് നിന്ന് ഒരാള് കോഴിക്കോട് വന്ന് ബസ് ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷയിൽ കയറി ഒരു പള്ളി അന്വേഷിച്ചപ്പോൾ ഒരു പള്ളിയുടെ അടുത്ത് എത്തിയപ്പോ ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു, നീ ആ പള്ളിന്റെ അടുത്ത് നിർത്തണം, എനിക്ക് അവിടെ നിസ്കരിക്കാൻ. അപ്പൊ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു, ആ പള്ളി നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നതല്ല, നിങ്ങൾ നിസ്കരിക്കാൻ പറ്റുന്ന പള്ളി ഇതിന്റെ അപ്പുറത്തുണ്ട്. അപ്പൊ കോഴിക്കോട്ട് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് പോലും സുന്നത്ത് ജമാഅത്തിന്റെ ഒരു ഉസ്താദിനെ ഏത് പള്ളിയിലാണ് വെക്കേണ്ടത്, ഇത് ഏത് പള്ളിയാണ്, മറ്റേത് ഏത് പള്ളിയാണ് എന്ന രൂപത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനം കൊണ്ട് എല്ലാവർക്കും സുന്നത്ത് ജമാഅത്ത് മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പിന്നെ ചില ആളുകൾ എല്ലാ പ്രസ്ഥാനത്തിലും ആളുകളിലെ സത്യം എന്തെങ്കിലും ഇല്ലാതെ ആളുകൾ ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കാതിരിക്കുമോ എന്ന് ചോദിക്കുന്ന ഒരു പൊതു ചോദ്യമുണ്ട്. ഇപ്പോ ഇബ്ലീസിന്റെ പേരിൽ ഒരു പാർട്ടിയുണ്ട്, അൽവിദാരിമിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇബ്ലീസിന്റെ പേരിൽ ഒരു പാർട്ടി ആഗോളതലത്തിൽ ഇപ്പോ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ആ പാർട്ടിയുടെ ആളുകളും അബാജീസ് എന്നൊക്കെയാണ് ആ പാർട്ടിയുടെ പേര് എന്ന ഓർമ്മ. ഏതായിരുന്നാലും അവരുടെ പറയുന്നത് അല്ലാഹു തആല ഇബ്ലീസിനോട് ചെയ്തത് ശരിയായിട്ടില്ല. കാരണം ഒറ്റയടിക്ക് എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ശരിയായില്ല. ഒരു ഷോക്കോസ് നോട്ടീസോ അല്ലെങ്കിൽ ഒരു വാണിംഗോ കൊടുത്തിട്ട് ആദ്യം സസ്പെൻഡ് ചെയ്തിട്ട് പിന്നെയാണ് ഡിസ്മിസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ചെയ്ത പരിപാടി ഇബ്ലീസ് മോശം തന്നെയാണെങ്കിലും അല്ലാഹു തആല ചെയ്തത് ശരിയായില്ല എന്നൊരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൽ ആളുകളുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ അപ്പുറത്ത് ആളുണ്ടല്ലോ എന്ന് വിചാരിക്കേണ്ടതില്ല. ഏത് പ്രസ്ഥാനം ഉണ്ടെങ്കിലും എപ്പുറത്തും ഇപ്പുറത്തും ആളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആളപ്പുറത്താണോ ഇപ്പുറത്താണോ നല്ല നോക്കേണ്ടത്, നമ്മൾ നോക്കേണ്ടത് നമ്മൾ സത്യത്തിലാണോ എന്നതാണ്. ഇതിവിടെ മനസ്സിലാക്കാൻ വളരെ കൂളാണ്, വളരെ സിമ്പിളാണ്. എന്തുകൊണ്ട് ഇന്നിപ്പോ നമ്മുടെ ഇടയിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളും, ഞാൻ അൽവിദാരിമിയുടെ സമയം കവർന്നെടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ വെറുതെ ഓടിച്ചു പോകുന്നു. ആർക്കും ചിന്തിച്ചാൽ അറിയാവുന്ന യാഥാർത്ഥ്യങ്ങളെ ഇവിടെയുള്ളൂ. ഇവിടെ സത്യത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുണ്ടായ അടിസ്ഥാനപരമായ കാരണം മാനായ ശംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദിനും സുന്നത്ത് ജമാഅത്തിന്റെ സ്പിരിറ്റ് കുറഞ്ഞു എന്നതാണ്. ഇവിടെ ഒരുപാട് ഉസ്താദുമാരും മുതാലിമീങ്ങളും തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനുണ്ടായ കാരണം അതാണ് എന്ന് എല്ലാവർക്കും. കണ്ണിയത്ത് ഉസ്താദ് ശംസുൽ ഉലമ അവർക്ക് ആ പഴയ സുന്നത്ത് ജമാഅത്തിന്റെ സ്പിരിറ്റില്ല. രാഷ്ട്രീയക്കാരുടെ കൂടെ കൂടിയിട്ടും
മുബ്തദീകളുമായി സഹവസിച്ചിട്ടും ആ സ്പിരിറ്റ് മൂർച്ച, ആ പഴയ ശൂരത്വവും ആ വീര്യവും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുന്നത്ത് ജമാഅത്തിന് നെഞ്ചേറ്റിയിട്ടുള്ള, സുന്നത്ത് ജമാഅത്തിന് സ്വന്തം ശരീരത്തെക്കാൾ ജീവനേക്കാൾ സ്നേഹിച്ചിട്ടുള്ള കേരളത്തിലെ ചില ആളുകൾ, അല്ലെങ്കിൽ കുറെ ആളുകൾ അത് ശരിയായിരിക്കുമെന്ന് ധരിച്ചു. എന്നാ പിന്നെ ധരിച്ചത് ശരിയാണോ അല്ലേ എന്നതിന് വീണ്ടും ഒരു ചർച്ചയ്ക്ക് ആവശ്യമില്ല. എന്തുകൊണ്ട്? ഈ ശംസുലമയും കണ്ണീത്ത് ഉസ്താദും മരണപ്പെട്ടതിന് ശേഷം മഹാനായ ശംസുലമയും കണ്ണീത്ത് ഉസ്താദും ഏറ്റവും വലിയ ദുആക്ക് ഇജാബത്തുള്ള, ഏറ്റവും ഉന്നതന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരും അത്താബീങ്ങളും വലിയ വലിയ ആളുകളാണെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ ചോദിക്കാം, അല്ല നിങ്ങൾ അന്ന് ഞങ്ങളോട് ഇങ്ങനെയല്ലേ പറഞ്ഞത്? അതിനുശേഷം ഇവരാർക്കെങ്കിലും സുന്നത്ത് ജമാഅത്തിന്റെ സ്പിരിറ്റ് എവിടെ വെച്ച് കൂടിയോ? അല്ലെങ്കിൽ അവർ പറഞ്ഞു ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് കുറച്ച് ബേക്കടിച്ചിരുന്നു, ഇനി ഞങ്ങൾ ഒന്നും കൂടി ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് ഞാക്കുകയാണെന്ന് പറഞ്ഞു? ഇല്ല, അവരെ പറഞ്ഞെടുത്ത് തന്നെയാണ്. എന്നാ പിന്നെ നിങ്ങൾ ഞങ്ങളെ വഞ്ചിച്ചില്ലേ? ഒറ്റ ചോദ്യം ചോദിക്കാനേ. പക്ഷെ ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ ഗൗരവം നമ്മൾ വളരെ മനസ്സിലാക്കണം. മഹാനായ ശംസുലമയെ കുറിച്ച് എത്രയോ ആളുകളോട് ഈ പ്രസ്ഥാനത്തിന്റെ മറുഭാഗത്തുള്ള പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ പറഞ്ഞത്, ഞാൻ എന്റെ ഒരു സുഹൃത്ത് മജീദ് നാരിനി ചക്കോട് എന്ന് പറയുന്ന ഒരു സഹപ്രവർത്തകനാണ്. അദ്ദേഹത്തോടൊക്കെ പലപ്പോഴും ആ നാട്ടിലുള്ള മറുഭാഗത്തുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്, മോനെ മജീദ് നിന്റെ ഈക്കെ വഹാബിയായിരുന്നില്ല. ഇതൊരൊറ്റ ഒരു ഉദാഹരണം. അതുപോലെ 100 ആളുകൾ പറഞ്ഞു നിന്റെ ഈക്ക വഹാബിയായി പോയി, നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാനൊരൊറ്റ ചോദ്യം ചോദിക്കട്ടെ, നാളെ മഹ്ശറയിൽ ഈ പറഞ്ഞ മനുഷ്യൻ വരില്ല? മോനെ നിന്റെ ഈക്ക വഹാബിയായി എന്ന് പറഞ്ഞ മനുഷ്യൻ, അയാളിത് പറയാൻ കാരണം ഈ പേരോടിനെ പോലെയുള്ള ആളുകൾ പോയി പ്രസംഗിച്ചതുകൊണ്ടാണല്ലോ. ശംസുലമയെ കുറിച്ച് വളരെ മോശത്തരങ്ങൾ പ്രസംഗിച്ചു അത് കേട്ടുകൊണ്ടാണ് ഇവരിത് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ ആളുകൾ പലരും മരണപ്പെട്ടു പോയി. ഈ മരണപ്പെട്ടു പോയ ആളുകൾ നാളെ മഹ്ശറയിൽ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? മറുഭാഗത്ത് ഈ പ്രസംഗം കേൾക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇതൊരു സംഘടന സങ്കുചിതത്വമായല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ ഒന്നുള്ളു തുറന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കണം. കാരണം നമ്മളെല്ലാവരും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടവരാണ് എല്ലാവരും. എന്നിട്ട് അല്ലാഹു തആല എല്ലാവരോടും സംസാരിക്കും. ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, ഒരു പരിഭാഷകൻ പോലുമില്ലാതെ ഡയറക്റ്റ് സ്പീച്ചാണ്. നേരിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു ദിവസം വരും. ആ ദിവസത്തിൽ ഞാൻ ചോദിക്കട്ടെ, ശംസുൽ ഉലമ മോനെ നിന്റെ ഈക്ക വഹാബിയായി എന്ന് പറഞ്ഞാൽ അയാൾ നാളെ മഹ്ശറയിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞിരുന്ന ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്ന ആളുകൾ അതേ സ്ഥാനത്ത് തന്നെ, അതേ അഭിപ്രായത്തിൽ തന്നെയാണ് ശംസുൽ ഉലമ വഹാബിയായി മരിച്ചു എന്നാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. അവര് ആ വാദങ്ങളൊക്കെ തിരുത്തി ശംസുൽ ഉലമ ഏറ്റവും വലിയ പണ്ഡിതനാണെന്നും കണ്ണീത്ത് ഉസ്താദ് അതിനേക്കാൾ ഉത്തരം കിട്ടുന്ന ആളാണെന്നും സ്റ്റേജുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവര് നേരത്തെ പറഞ്ഞത് കേട്ട് വിശ്വസിക്കുകയും അത് പരസ്പരം പങ്കുവെക്കുകയും ചെയ്ത ആളുകൾ നാളെ മഹ്ശറയിൽ എന്ന് പറയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അന്നും ഇന്നും പറയുന്നുണ്ട്. യാതൊന്നും മാറ്റമില്ല. കാരണം നമ്മൾ പറയേണ്ടത് മാറ്റി പറയേണ്ടത് നിങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇത് ഗൗരവപരമായ വിഷയമാണ്. എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, സാറേ ഞാനങ്ങനെ സമസ്യയിലൊന്നും വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ലായിരുന്നു. പക്ഷെ ഞാൻ ഗൾഫിൽ പോയി. എന്റെ ഗൾഫിൽ എന്റെ റൂമിലെ എന്റെ സുഹൃത്ത് ചെറുശ്ശേരി ഉസ്താദിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് ഉസ്താദിനെ ഞാൻ വല്ലാണ്ട് സങ്കടപ്പെട്ടു പോയി. അവന്റെ പദപ്രയോഗവും അവന്റെ വാക്കുകളും ചെറുശ്ശേരി എന്നും ജൈനുദ്ദീൻ എന്നുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ജൈനുദ്ദീൻ എന്ന് പലപ്പോഴും പറയും. കാരണം അവർ പരസ്പരം രഹസ്യമായി പല മെസ്സേജുകളും വിടുന്ന ആ മെസ്സേജുകളൊക്കെ വായിച്ചിട്ട്
ഇവൻ വല്ലാതെ ചീത്ത പറഞ്ഞപ്പോൾ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു സമസ്തയുടെ സജീവ പ്രവർത്തകനൊന്നും അല്ലായിരുന്നു, പക്ഷെ ഇവൻ ചെറുശ്ശേരിയെ വല്ലാതെ പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ സമസ്തയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, ഏത് വിഷയത്തിലാണ് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരാളെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതൊരു വിഷയം വെച്ചുകൊണ്ടാണ്? ചെറുശ്ശേരി ഉസ്താദ് എങ്ങനെയാ അവസാനം മരിക്കുന്നത്? അതിന് സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഇല്ലേ? മഹാനായ ചെറുശ്ശേരി ഉസ്താദിന്റെ അന്ത്യവും അതിനോടനുബന്ധിച്ചുള്ള കർമ്മങ്ങൾ അവസരങ്ങളുമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വിലായത്തിന്റെ മർത്തബയോടുകൂടിയാണ് ഉസ്താദ് മരിച്ചത്. ഇങ്ങനെ ഇനിയിപ്പോ മരണശേഷം ഇപ്പൊ തന്നെ അവർ പറയാൻ തുടങ്ങി, ചെറുശ്ശേരി ഉസ്താദ് നിങ്ങളാളൊന്നുമില്ലായിരുന്നു, ചെറുശ്ശേരി ഉസ്താദ് ഞങ്ങളാൾ തന്നെയായിരുന്നു എന്നൊക്കെ പറയാൻ തുടങ്ങി. അത് പറയും, ഉറപ്പാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ കാലയളവിനുള്ളിൽ സൈനുദ്ദീൻ എന്ന് വിളിച്ച് കളിയാക്കിയവൻ നാളെ മഹ്ശറിലേക്ക് കടമരി തിരുത്തുകയാണ്. എന്നാ പിന്നെ നമ്മൾ ഇവരെ കുറിച്ച് എന്ത് പറയുന്നു അത് തിരുത്തേണ്ടി വരാറില്ല. കാരണം അതിനേക്കാളും അപ്പുറത്തേക്കാണ് പിന്നെ പോകുന്നത്. അപ്പൊ ഇതവിടെ തിരുത്തേണ്ടി വരുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സുന്നത്തിയമായ ചില പ്രവർത്തനം ഒരൊറ്റ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സമസ്ത കേരള ജനീയത്തുൽ ഉലമയും മറുഭാഗത്തുള്ള പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം, സമസ്ത കേരള ജനീയത്തുൽ ഉലമയിൽ നമ്മൾ ഒരു ഉസ്താദിനെ ഒരു ഉസ്താദായി നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഉസ്താദിന്റെ ദീൻ, അദ്ദേഹത്തിന്റെ തഖ്വ, അദ്ദേഹത്തിന്റെ വറഅ്, അദ്ദേഹത്തിന്റെ സൂക്ഷ്മത, ഇതെല്ലാം കണ്ടുകൊണ്ടാണ് വിലയിരുത്തിയിട്ടാണ് നമ്മളൊരു ആലിമിനെ ഒരു ഉസ്താദിനെ ഉസ്താദായിട്ട് അല്ലെങ്കിൽ ഒരു ഉന്നതനായിട്ട് നമ്മൾ അംഗീകരിക്കും. മറുഭാഗത്ത് അവർ ചെയ്യുന്നതെന്തോ സമസ്തയിൽ എങ്ങനെയേ ചെറുശ്ശേരി ഉസ്താദിന് വേണ്ടാത്തരം ചെയ്താൽ അത് ദീനാണെന്ന് സമസ്തയിൽ ഒരു കുട്ടി പോലും പറയും. ചെറുശ്ശേരി ഉസ്താദ് ദീൻ ചെയ്തതുകൊണ്ടാണ് ഉസ്താദിനെ നമ്മൾ അംഗീകരിക്കുന്നത്. മറുഭാഗത്ത് അങ്ങനെയല്ല, അവരെന്താണോ ചെയ്യുന്നത് അതിൽ ദീനാണ്. നിങ്ങൾ സംവാദത്തിനുണ്ടെങ്കിൽ വന്നോളൂ, നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അവർ ചെയ്യുന്നതിനവർ ദീനായി കാണുന്നു. ശറഈൽ വളരെയധികം മുൻകറാത്തിൽപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അവർ ആ വിഷയത്തെ കാണുന്നത്, ആ വിഷയം അതിന്റെ ഹലാൽ ഹറാം തീരുമാനിക്കുന്നത് അവരെ നേതാക്കൾ വെച്ചുകൊണ്ടാണ്. സമസ്തയിൽ അങ്ങനെയില്ല. അതാണ് ഇത് ചെറിയൊരു പ്രശ്നമല്ല. ഇത് ദീനും ദീനല്ലാത്തതും തമ്മിൽ വേർതിരിക്കുന്ന പ്രശ്നമാണ്. സമസ്തയിലെ ഏതെങ്കിലും ചെറുശ്ശേരി ഉസ്താദോ അല്ലെങ്കിൽ അതുപോലെ ഇപ്പൊ സമസ്തയിൽ നിന്ന് എടുത്ത് ഒരാളെ പുറത്താക്കി. എന്തുകൊണ്ട്? ഓണം സംബന്ധമായി, നിലവിളക്ക് സംബന്ധമായി ശരീഅത്തിന് വിരുദ്ധമായ കാര്യം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അത് ദീനാണെന്ന് സമസ്തയിൽ ആരും പറഞ്ഞില്ല. അയാളെ നമ്മൾ പുറത്താക്കിയപ്പോൾ അയാൾ എന്തിനു പുറത്തായി എന്ന് ആലോചിക്കാതെ ഉൾക്കൊള്ളാൻ ഏറ്റെടുക്കാൻ ആളുകളുണ്ട്. ഞാൻ പറയുന്നത്, സമസ്ത കേരള ജമീഅത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ ദീൻ, ആ ദീനനുസരിച്ച് ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾ ഉസ്താദുമാർ, അവർ ആ ദീനനുസരിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർ അംഗീകരിക്കുന്നു. ആ ദീൻ അനുസരിച്ചല്ല എങ്കിൽ അവരെത്ര ഉന്നതരാണെങ്കിലും അവർ നമ്മൾ ദീനെന്ന് പുറത്താക്കാൻ അങ്ങനെ സമസ്ത കഴിയില്ലല്ലോ. ഒരാൾ ഇസ്ലാമെന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. പക്ഷെ സംഘടനയിൽ നിന്ന് ഇത്തരം ദീനി വിരുദ്ധം പറഞ്ഞാൽ ഈ സംഘടനയെ പറ്റില്ല, ഒഴിവാക്കും. എന്നാ പിന്നെ അവരും പറയും അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളും ഒഴിവാക്കും. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ്. കുല്ലബിയങ്ങൾ പറയൂ, അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണ്, അല്ലാഹു സമദ്, അല്ലാഹു മറ്റൊരാളുടെയും ആശ്രയമില്ലാത്ത അന്യാശ്രയമില്ലാത്ത ആളാണ് എന്നാണല്ലോ സമദ് എന്നതിന്റെ അർത്ഥം. എന്നാൽ ഇവരുടെ ഒരു നേതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ട് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നു അത് യുദ്ധത്തിന്റെ വാക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും.
അല്ലാഹു തആല മറ്റുള്ളവരോട് ചോദിച്ചിട്ടാണ് കാര്യം ചെയ്യുന്നത് എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. കാരണം അല്ലാഹു സ്വമതി എന്ന് പറഞ്ഞ സിഫത്തിന്റെ വിരുദ്ധമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞ ആദികളെ കൂട്ടത്തിലുണ്ടല്ലോ. ഇന്നുവരെ അയാൾ പറഞ്ഞില്ല എന്നയാൾ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നീട് അയാൾ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ വശനായി. സമസ്തയിലുള്ള ഒരാൾ പറയുകയാണ്, കോയക്കുട്ടി ഉസ്താദിനോട് ചോദിക്കാതെ അല്ലാഹു തആല ഒന്നും ചെയ്യുകയില്ല. കേരളത്തിൽ എന്ത് നടപ്പാക്കണമെങ്കിലും ആദ്യം കോയക്കുട്ടി ഉസ്താദിനോട് ചോദിച്ചിട്ടേ ഒരാൾ ചെയ്യുമെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ അയാളെ അപ്പോൾ തന്നെ നമ്മൾ പുറത്താക്കുമെന്നല്ല, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് നിങ്ങൾ പറയും. നിങ്ങളും പറയൂ. എന്തുകൊണ്ട് നിങ്ങൾ പുറത്താക്കും? അതാ ഞാൻ പറയുന്നത്, അവർക്ക് ചെയ്യുന്ന അത് ഒരു യഥാർത്ഥമായ ഒരു അടിസ്ഥാനം വേണം. നമ്മളിവിടെ ഓണത്തിന്റെ പ്രശ്നമുണ്ട് പറഞ്ഞു, അതുപോലെ പൈസയെക്കുറിച്ചൊക്കെ പറഞ്ഞു, ആ നിലവിളക്കുകൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് ദീനിന് വിരുദ്ധമായപ്പോൾ നമ്മളവിടെ മറ്റൊന്നും അദ്ദേഹത്തിന്റെ കഴിവുകളോ ഗ്രന്ഥരചനയോ ഗ്രന്ഥത്തിന് എണ്ണമോ നോക്കിയില്ല. കാരണം ഇത് ദീനാണ്. മറുഭാഗത്ത് അങ്ങനെയല്ല, ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ളത് പറയുകയും അത് പറയുമ്പോൾ ആ പറയുന്ന ആളുകൾ. അതുകൊണ്ട് സംശുലുലമയുടെ ഏറ്റവും വലിയ ജീവിച്ചിരിക്കുന്ന കറാമത്ത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കും. കാരണം സംശുലുലമക്കും കണ്ണിയത്ത് സാദിനും സുന്നത്തി ജമാഅത്തിന്റെ സ്പിരിറ്റ് കുറഞ്ഞു. അതുകൊണ്ട് ആ സമസ്തയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, പുറത്തു വരണം എന്ന് പറഞ്ഞു ആളുകളെ സംഘടിപ്പിച്ചു. അതിനു വേണ്ടി വ്യാപകരില്ലാതെ പ്രസംഗിച്ചു നടന്ന സാക്ഷാൽ പേരോട് എവിടെ വരുന്നു അവിടെയൊക്കെ വഹാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്ന് മറുപടി പറയും. ഇതാ നിങ്ങൾ ആലോചിക്കുന്നത്. ഇത് സംശുലുലമയുടെ കറാമത്താണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സംശുലുലമയെ കുറിച്ച് സുന്നത്തി ജമാഅത്തില്ല എന്ന് പരസ്യമായി പറഞ്ഞാൽ അയാൾക്ക് സുന്നത്തി ജമാഅത്ത് തീരെയില്ല എന്ന് സമസ്തയിൽപ്പെട്ടാണെന്ന് പറയുന്നത്. സമസ്തയോടൊപ്പം നിൽക്കുന്ന ആളുമല്ല പറയുന്നത്. തങ്ങളോടൊപ്പം നിന്ന് തങ്ങളുടെ ചോറിന് തങ്ങളുടെ കൂടെ കിടന്ന ആളുകൾ. ഇതാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ. സംശുലുലമയുടെ കറാമത്താണ്. എന്നെ കുറിച്ച് ഒരു കാലത്ത് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് അതേ ആളെ അതേ പാർട്ടിയിൽ തന്നെ ഈ പറയുന്ന ഈ വ്യക്തിക്ക് എന്റെ നാട്ടിലൊന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. വഹാബിട്ട് ഓരോന്നും പറയുന്നു. ഇങ്ങനെ പണ്ട് സംശുലുലമ വാദപ്രതിവാദത്തെ കുറിച്ച് എന്തോ ചിലതെന്തോന്ന് പറഞ്ഞപ്പോൾ സംശുലുലമയെ കുതിര കയറി. ഇപ്പോൾ ആ കുതിര കയറിയ മനുഷ്യൻ തന്നെ പറയുന്നു, മക്കളെ സുന്നത്തി ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വാദപ്രതിവാദമൊന്നുമല്ല. എന്തൊക്കെയായിരുന്നു മഹാനായ സംശുലുലമക്കെതിരെ അവർ പറഞ്ഞിരുന്നത്, അതൊക്കെ ഇന്ന് അവരെന്നാവുകൊണ്ട് പറയുകയും അവർക്ക് തീരെ സുന്നത്തി ജമാഅത്തില്ല എന്ന് അവരിൽ തന്നെ ആളുകൾ വന്ന് പറയുന്ന ഒരു സംഭവം കണ്ട് സന്തോഷിക്കാൻ ഞാൻ മനസ്സിലാക്കുകയാണ്. സംശുലുലമയുടെ റൂഹ് ആത്മാവ് ആ വരക്കൽ ആ മസാറിൽ വെച്ചുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. ഓരോ പരിപാടി നടക്കുമ്പോഴും എന്നെ കുറിച്ച് പറഞ്ഞവർക്കെതിരെ പറയാൻ അല്ലാഹുവിന്റെ ആളെ നിശ്ചയിച്ചു. എന്തേക്ക് പറയാനുള്ളത്? ഇവർക്കെന്തേ ഓരോന്നും അക്കം വിട്ട് പറയുമ്പോൾ അവരുടെ പരിപാടി മുടക്കുക എന്നല്ലാതെ ഏതെങ്കിലും ഒന്നിന് മറുപടി പറയാനുണ്ടോ? നിങ്ങൾ ഉറച്ച കാര്യം ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ. ഇവരിവിടെ ഒരു മുടി കൊണ്ടുപോകും. ആ മുടി എവിടെ നിന്ന് കിട്ടിയത്? ബോംബെയിൽ നിന്നാണ് കിട്ടിയത്. ഇവർക്ക് എവിടെ നിന്ന് കിട്ടിയോ? അമ്പലക്കടവിൽ എവിടെ നിന്ന് കിട്ടിയോ? അവിടെ നിന്ന് അവർക്കും കിട്ടിയെന്ന് പറഞ്ഞു. ആ കൊടുത്താണ് ഈ ജാതി നൂലാമാലയെ കുറിച്ച് ഇവർ പറയാത്ത പോലീസുകളില്ല. ശൈഖാണ്, കുത്തുബാണ്, വലിയാണ്, അതിനേക്കാൾ വലിയാണാണ് എന്ന് നമ്മുടെ ഈ പകരക്കാരൻ തന്നെ പറയുന്ന കേസിൽ ഇഷ്ടം പോലെ നമ്മൾ കേട്ടതാണ്. അദ്ദേഹം ആ മനുഷ്യൻ ഞങ്ങളെ കോഴിക്കോട് ജില്ലയിൽ മടമൂരിനടുത്ത് സാക്ഷാൽ ആ മനുഷ്യമുണ്ട്. ഞാനും എന്റെ ഒരു സുഹൃത്തും കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. എന്റെ സുഹൃത്തിനെ പറഞ്ഞയച്ചു. വന്നത് ഇയാളെ ഞാനോ നോക്കണല്ലോ. പിന്നെ നാളെ പിറ്റേന്ന് വന്നിട്ടില്ല എന്ന് പറയല്ലോ. പോയി നോക്കി അയാൾ കണ്ടുപോകുന്നു. ഞാൻ അടുത്ത വീട്ടിൽ ഞാൻ വന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിക്കും. ഈ കൊടുത്ത ഇയാൾ വളരെ സത്യവാനാണ് എങ്കിൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ വന്നാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? കഴിയുന്ന ആളുകൾ പോവുകയല്ലേ വേണ്ടത്?
ഇനി പോകുന്നില്ലെങ്കിൽ അങ്ങനെ പോകരുത്, അവിടെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെറിയ ബുദ്ധിയുള്ള ഒരു കുട്ടിക്കൊന്ന് ആലോചിക്കൂ. ഇയാൾ മോശക്കാരനായതുകൊണ്ടാണല്ലോ പോകരുത് എന്ന് പറഞ്ഞത്. ആ മോശക്കാരൻ കൊടുത്ത മുടി എങ്ങനെ നന്നാവുക? ഞാൻ പറഞ്ഞ വളരെ സിമ്പിൾ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ഇത് ഒരു വഴിവിട്ട സഞ്ചാരമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചു. കാരണം ഈ ശംസുൽ ഉലമയുടെയും കണ്ണിയത്ത് ഉസ്താദിന്റെയും മഹാനായ ഒക്കെ അവരൊക്കെ മരിച്ചപ്പോൾ നിങ്ങൾ ഒരാളെ കൊണ്ട് ശരിയാക്കുന്നുവെങ്കിൽ മരിച്ച ആളുകളെ കൊണ്ട് ശരിയാക്കണമെന്നാണ്. ജീവിച്ചിരിക്കുന്ന ആൾ അയാളുടെ ആക്തിപത്ത് തീരുന്നവരെ എങ്ങോട്ടുമാവാം. അതുകൊണ്ട് നിങ്ങൾ മരിച്ച ആളുകളെ ശരിയാക്കണം. നമുക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബാങ്കി നിജാബത്ത് നൽകിക്കൊണ്ട് വളരെ സുന്ദരമായി മരിച്ചു. നമ്മുടെ ഈയടുത്ത് മരിച്ച് നമ്മുടെ ചെറുശ്ശേരി ഉസ്താദ് പോലും ആ രൂപത്തിൽ ഒരുപാട് നമ്മുടെ മുസ്തഫ യാക്കോട് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധമായ യാത്രയിൽ മക്ക മദീന യാത്രയിൽ ഹറമിന്റെ അടുത്ത് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് കോലങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് കുറെ സാലും കുറെ തലയെക്കൊട്ടും ജുബ്ബയും കോട്ടും എല്ലാം കൂടിയാകുമ്പോൾ പെട്ടെന്ന് ഏതോ ഒരു കുത്തുവാണെന്നൊക്കെ തോന്നിപ്പോകും. ഒരു സാധാ വേഷത്തിൽ ഉസ്താദ് ആ മത്താഫിന്റെ അടുത്ത് ഇരിക്കുകയാണ്, ഹറമിലിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ അറബികളും അല്ലാത്തവരും മുസ്ലിങ്ങളും ജമീറക്കാരും ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ട് പലരും. ആ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് ചെറുശ്ശേരി ഉസ്താദിന്റെ കൈപിടിച്ച് ദുആ ചെയ്യാൻ പറയുകയും അതുപോലെ തന്നെ സലാം പറയുകയൊക്കെ ചെയ്തു. ഏതോ ഒരു നാട്ടുകാരൻ. അപ്പം ഉദവി അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഈ മനുഷ്യനോട് മാത്രം ഇപ്പോൾ സലാം പറയാനും ദുആ ചെയ്യിപ്പിക്കാനൊക്കെ എന്ത് കാരണം? നിങ്ങൾക്ക് ഇദ്ദേഹത്തെ പരിചയമുണ്ടോ? എനിക്ക് പരിചയമൊന്നുമില്ല. പിന്നെ എനിക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഒരു നല്ല ഒരു മോമിനായ ഉള്ളിൽ ഈമാനുള്ള ഒരു മനുഷ്യനാണ് എന്ന് എനിക്ക് നോക്കിയപ്പോൾ, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് എന്ന് നേരിട്ട് ദർശിച്ച, അതിന്റെ ഇടയിൽ സ്വപ്നകഥയൊന്നുമല്ല, കുറെ സ്വപ്നം കണ്ട കഥ നേരിട്ട് അനുഭവിച്ച. നിങ്ങൾ നോക്കൂ, ഇതാണ് ഒരു മൂമിൻ. ആ ഈമാൻ അതിന്റെ പ്രകടമാണ്. ഇത്തരം ഉസ്താദുമാരുടെ കൂടെ നമുക്ക് നിൽക്കാൻ കഴിഞ്ഞു. ഇതൊരു വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് ഇത് കേവലം ചില്ലർ വിഷയങ്ങളൊന്നുമല്ല. സമസ്ത എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്ത് ദീനിൽ അടിയുറച്ച് അതിൽ നിന്നുകൊണ്ട് പോകുന്ന ആളുകൾ അവരതിനാണെങ്കിൽ നമ്മൾ അവരെ അംഗീകരിക്കും. അല്ലാതെ ഉസ്താദുമാർ ചെയ്യുന്നത് അത് ദീനാണ്, ശരീരത്തിൽ ളറൂറത്തായി പരസ്യമായി അറിയപ്പെട്ട കാര്യത്തിന്റെ എതിരായാൽ പോലും അത് ദീനാണെന്ന് വിശ്വസിക്കുന്ന ഒരു പുതിയ മതമായിട്ട് മാത്രമേ മറുഭാഗത്തെ കാണാൻ കഴിയൂ എന്ന് നമുക്ക് വിഷയങ്ങൾ പഠിക്കുമ്പോൾ, ഗഹനമായ ഇതിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണാൻ കഴിയും. പക്ഷേ അതൊന്നും ഓർമ്മയില്ലാത്ത കുറെ പാവങ്ങൾ എന്തോ അതൊരു വലിയ കാര്യമാണ് എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ പങ്കരിന്റെയൊക്കെ ഭാഗമായിട്ട് കുറെ ആളുകൾ മറുഭാഗത്ത് നിൽക്കുന്നുണ്ട്. അവരൊക്കെ LDF UDF എന്നൊക്കെ ഇത് രാഷ്ട്രീയ പൗരൊന്നുമല്ല, ഇത് യഥാർത്ഥമായ ദീനാണ്. മറുഭാഗത്ത് ഒരുതരം കാട്ടിക്കുട്ടലുകളാണ്. അവർക്ക് തന്നെ എന്ത് പറയണം, അവരിതിന് ഏതിലാണ്, എന്തിനാണ്, ഏതാണ് അവരുടെ ഇന്ന വിഷയത്തിൽ അവരുടെ തീരുമാനം എന്നാണ് എന്നൊന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ് അവരിന്നുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഈ മഹത്തായ സമസ്ത കേരളത്തിൽ പിന്നെ തിരിച്ചെതിയില്ല, വഞ്ചനയില്ല, ട്രിക്കില്ല. അതുകൊണ്ടൊക്കെ ഒരുപാട് സ്ഥലത്ത് പലതും കബളിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് മഖാമുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്നു. ഈ അടുത്ത് കുഞ്ഞിപ്പള്ളി ഇപ്പോൾ ഉറൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയതായിരുന്നു. എന്തുകൊണ്ട് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ഏതോ ഒരു പള്ളി ഒരു ഉസ്താദ് വന്ന് അയാൾ അങ്ങനെ അപ്പടി ഇപ്പടി എന്നെല്ലാം പറഞ്ഞപ്പോൾ ജനങ്ങൾ പാവങ്ങളാണല്ലോ, കാപട്യമില്ലാത്ത ജനങ്ങളാണ് ഇതിലുള്ളത്. കിരുത്തില്ല, ചെല്ലില്ല, വഞ്ചനയില്ല. അതുകൊണ്ട് തന്നെ അവരതൊക്കെ അംഗീകരിച്ചു. പിന്നെ നോക്കുമ്പോഴാണ് ഇത് ചതിയാണെന്ന് മനസ്സിലായത്.
അങ്ങനെ ആ വിഭാഗക്കാരെയൊക്കെ അവിടെ നിന്ന് മാറ്റി ഇന്ന് സമസ്തയുടെ ആലിമ്യങ്ങളുടെ നേതൃത്വത്തിൽ കുഞ്ഞിപ്പള്ളിയിൽ പുറങ്ങുന്ന ആ പള്ളിയിൽ ഇപ്പം നേരത്തെ അങ്ങനെയല്ലായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് മാറി? കാരണം നേരത്തെ നമ്മുടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അവരോട് എന്തെങ്കിലും ഈ അടുത്ത് ഒരു സ്ഥലത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചെറിയൊരു വഞ്ചന. ഒരു സ്ഥലത്ത് ഒരു സെക്രട്ടറി വന്നിട്ട് ആൾ പറഞ്ഞു, ഇവിടെ മദ്രസ 2 വിഭാഗത്തിന് ഇല്ലാതെയാണ് കാണുന്നത്, അതുകൊണ്ട് ഏതായിരുന്നാലും ഏതെങ്കിലും ഒന്നിനാക്കണം എന്ന് ഒരിക്കലും പറയില്ല. എന്തുകൊണ്ട്? അഥവാ ഇത് നടക്കിട്ടിട്ട് സമസ്തക്കെങ്ങാനും വന്നാൽ ഇവന്റെ കുഞ്ഞി പിടിച്ചിട്ട് മറ്റൊരു പുറത്താൽ കുഞ്ഞിന് വെറുതെ അങ്ങനെ അത് പോച്ചപ്പാരായിരുന്നു. ഇപ്പോൾ എല്ലാവരും അംഗീകാരമായില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതായിരുന്നാലും എനിക്ക് പ്രശ്നമില്ല, നറക്കിടുന്നു. അപ്പൊ എല്ലാവരും അയാളെ വിശ്വസിച്ചു. പിന്നെ ഉസ്താദ് തന്നെ ആയിക്കോട്ടെ നടക്കുന്നു. ഉസ്താദ് തന്നെ എഴുതി, ഉസ്താദ് തന്നെ പെട്ടിയിൽ വിട്ടു. ഉസ്താദ് എടുത്ത് നോക്കുമ്പോൾ സുന്നി വിദ്യാഭ്യാസ ബോർഡ്. ഞാൻ പറഞ്ഞ നാട്ടുകാരോട് മറ്റേ നിങ്ങൾ അപ്പെടുപ്പിക്കേണ്ടിയിരുന്നു, മറ്റേ നറക്കെടുപ്പിക്കണം, അധികം സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാകും, യാതൊരു സംശയവും. കാരണം 2 എടുക്കുമ്പോഴേ ഉള്ളൂ. ഇതാണ് ചെടി ഐക്യങ്ങളിപ്പോൾ കുടുങ്ങി. കാരണം അല്ലാതെ 2 എഴുതിയിട്ട് സമസ്ത എന്ന് കിട്ടിയാൽ എന്തിന് നീ പണിക്ക് ഇവിടെ നിന്നെ ആരിതിനെ ഏൽപ്പിച്ചിരുന്നു എന്ന് 1000 ആളുകളെ ചോദിക്കും. അതുകൊണ്ട് ഞങ്ങളെ പണിക്ക് നിൽക്കുകയില്ല. ഇതുപോലെയുള്ള ചതികളും വഞ്ചനകളുമായിട്ടാണ് ഒരുപാട് പല സ്ഥലങ്ങളും മദ്രസയും പലതുമൊക്കെ കയ്യിലാക്കുന്നത്. അതുകൊണ്ട് നമ്മളാളുകൾ ഇത്തരം ചതി വഞ്ചനകളെ കുറിച്ച് ഒരുപാട് കഥകൾ പറയാൻ കഴിയും. 100 കണക്കിന് ചതി വഞ്ചനയുടെ കഥകൾ പറയാൻ കഴിയും. എല്ലായിടത്തും അങ്ങനെയാണ്. അതുകൊണ്ട് ചതിപ്പെട്ടു പോയ ആളുകൾ നിങ്ങളുടെ സഞ്ചാരം എന്നതിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട്. നിങ്ങളറിയാതെ യഥാർത്ഥമായ ഇതിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ നേരത്തെ സ്വാഗതത്തിലൊക്കെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഈ സഞ്ചാരം നിങ്ങളുടെ പ്രയാസപ്രദത്വം മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു നിർത്തുന്നു.